ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് നമ്മളുടെ പൗഡർ വെച്ചിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് മുഖത്തിടാൻ മാത്രമല്ല, നമുക്ക് കുറച്ച് ഇതുകൊണ്ട് കുറച്ച് വലിയ വലിയ ഉപകാരങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആണെങ്കിലും കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മളുടെ കയ്യിൽ റിങ്, നല്ല ടൈറ്റായിട്ടുള്ള റിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് റിങ്ങൊക്കെ ആണെങ്കിൽ അത് ഊരി വെക്കൊന്നുമില്ല. നമ്മൾ ടൈറ്റ് ആയാലും നമ്മൾ ഇതുപോലെ വിരലിലിട്ട് നടക്കും. അപ്പോൾ അത് ഊരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്കിത് എൻ്റെ ഈ റിങ് നല്ല ടൈറ്റിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഊരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു അടയാളം പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് നല്ല ടൈറ്റായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് ഈസി ആയിട്ട് എങ്ങനെ ഊരെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ പൗഡർ ഉണ്ടെങ്കിൽ ആ പൗഡർ ഇതുപോലെ തൂവി കൊടുത്തിട്ട് നമുക്ക് ആ മോതിരം ഒന്ന് ഊരിയെടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഊരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്രയും ടൈറ്റിലാണ് അത് കിടന്നിരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഒരു ഭാഗത്ത് കണ്ടോ അത്രയും ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ റിങ് നമ്മൾ ഊരാണ്ടൊക്കെ അതുപോലെ ടൈറ്റായിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതുപോലെ കുറച്ച് പൗഡർ ആക്കിയിട്ട് ഊരി എടുത്താൽ മതി. അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ ഊരി കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ടൈറ്റായിട്ടുള്ള വളകൾ ഊരാനോ അല്ലെങ്കിൽ ഇടാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എനിക്കിത് ഈ ഒരു വള കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നീങ്ങുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ അതിന് ഇതാ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വള ഊരി എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വളകൾ ഇടാനും ഊരാനും ആണെങ്കിലും ഇതുപോലെ പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഈ പൗഡറൊക്കെ ഇടുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ബെഡ്ഷീറ്റിലൊക്കെ കുറച്ച് മഴക്കാലം ഒക്കെ ആകുമ്പോഴും അല്ലാതെ തന്നെ നമുക്കൊരു ബാഡ് സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ കുറച്ച് പൗഡർ തൂവി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ബെഡ്റൂമിനാണെങ്കിലും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളെ ബെഡ്റൂം എപ്പോഴും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഉറുമ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ ഫ്ലോറിലാണെങ്കിലും ഒക്കെ നമുക്ക് ഉറുമ്പ് വരുന്നതിന് ഇതുപോലെ ഇങ്ങനെ അരിക്കിൽ കൂടെ ഉറുമ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് നമ്മളുടെ ഈ പൗഡർ ഇതിൻ്റെ അരിക്കിലൂടെ പൗഡർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഉറുമ്പ് വരില്ല കേട്ടോ. ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കണേ. പിന്നെ നമ്മളുടെ ഡ്രസ്സുകൾ ഇപ്പോൾ നമ്മൾ എന്നും എടുക്കാതെ അല്ലെങ്കിൽ എപ്പോഴും എടുക്കുന്ന ഡ്രസ്സല്ലാത്ത ഡ്രസ്സുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളും ഇതുപോലെ അബായകളോ അല്ലെങ്കിൽ ചുരിദാറോ അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കബോർഡിലൊക്കെ മടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും എടുക്കാത്തത് കാരണം ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് നമുക്കിത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയുടെ കഷ്ണം എടുക്കുക. എന്നിട്ട് അതിൽ നമ്മളുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂലായാലും മതി, അതല്ലെങ്കിൽ കോട്ടൺ തുണിയിലായാലും ഇതുപോലെ ചെയ്തിട്ട് മടക്കി എടുത്തിട്ട് ആ ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയി ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ കബോർഡിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലായിരിക്കും. നമ്മുടെ ഡ്രസ്സുകളൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ. നമ്മുടെ കബോർഡിൻ്റെ ഏതെങ്കിലും കോർണറിലൊക്കെ ആയിട്ട് ഇതുപോലെ കിഴി പോലെ ആക്കിയിട്ടൊക്കെ വെക്കാം. പിന്നുണ്ടല്ലോ നമ്മളുടെ ഷൂസ്, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ ആൺകുട്ടികളുടെ ഷൂസിലൊക്കെ നല്ല സ്മെല്ലുണ്ടായിരിക്കും. ഇപ്പോൾ രാവിലെ ഇട്ട് പോയിട്ട് വൈകുന്നേരമൊക്കെയാണ് വരുന്ന വെച്ചൊക്കെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അത് മാറിക്കിട്ടാനായിട്ട് ഇതുപോലെ പൗഡറാക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഹാളിൽ ഷോക്കേഴ്സിൽ ഇതുപോലെ പൗഡർ എടുത്തിട്ട് ടിഷ്യൂലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് നമ്മളുടെ ഷോക്കേഴ്സിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ഹാളിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ നമ്മളുടെ ബാഗ്, ഇതും നമ്മൾ എന്നും യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ബാഗിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് ഇതുപോലെ കുറച്ച് പൗഡർ എടുത്തിട്ട് നമ്മളുടെ ബാഗിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് തൂവി കൊടുക്കുക, ഒന്ന് തുടച്ചെടുക്കുക തൂവിയിട്ട്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മളുടെ ബാഗിൻ്റെ ഉൾഭാഗത്തൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അത് നല്ല നമ്മൾ കൈകൊണ്ട് തന്നെ തട്ടിക്കളഞ്ഞാൽ അതോണ്ട് പോവുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ നമ്മളുടെ ബാഗും നമുക്ക് തുറക്കുന്ന സമയത്തും ബാഗിൻ്റെ ഉള്ളും ബാഗും നല്ല ഒരു സ്മെല്ലായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇതിപ്പോൾ നമ്മൾ ഇനി ഈ പൗഡർ തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മളുടെ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ ഏതാണോ അത് വെച്ചിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് മീനൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണമയം ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മീനിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് അധികവും നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണമയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ സോപ്പും പീരയൊക്കെ എടുത്തിട്ട് ഇതാക്കിയിട്ട് വേണം തുടച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ആ എണ്ണമയം ഒക്കെ നല്ല പെട്ടെന്നൊന്ന് പോയി കിട്ടാനായിട്ട് ഇതുപോലെ കുറച്ച് പൗഡർ തൂവി കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചിട്ട് എടുക്കുക. ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ എത്ര തുടച്ചെടുത്താലും ഉണ്ടാവും എണ്ണമയം. അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അത് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡുകൾ നമുക്ക് കയ്യിലുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും പാഴ്സലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടിരുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് ഒരു ബോട്ടിൽ വെറുതെ ഇട്ട് വെക്കുമ്പോൾ അത് കുറച്ച് കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിയ പോലെ ഉണ്ടാവും. പെട്ടെന്ന് നാശമാവും, ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഇതുപോലൊരു ബോട്ടിൽ ഇട്ടിട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് അതൊന്ന് ഷേക്ക് ചെയ്തിട്ട് എടുത്ത് വെക്കുക. ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് പൗഡർ എല്ലാ റബ്ബർ ബാൻഡിലും ഒന്ന് കോട്ടിംഗ് ആയിട്ട് വരും. ഇനി ഇതെടുത്ത് വെച്ച് നോക്കും, എത്ര കാലം വേണമെങ്കിലും ഇതിങ്ങനെ ഇരിക്കും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. ഒട്ടും ഇത് നാശമായി പോവൊന്നുമില്ല. അപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡുകൾ കിട്ടുന്ന സമയത്ത് ഇതിലൂടെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പൗഡർ ഒന്ന് കോട്ടായിട്ട് കിട്ടും. അപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വീട്ടമ്മമാർ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണിത്. ഇതുപോലെ കുറച്ച് എന്താ പറയുക, ഹെവി ആയിട്ടുള്ള കുറച്ച് മിഡിയോ ഫ്രോക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് മടക്കി വെക്കുമ്പോൾ നമ്മൾ എത്ര മടക്കി വെച്ചാലും അതിൻ്റെ അടിയിൽ നിന്നും മേലെ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് മടക്ക് ഇങ്ങനെ നീർന്നു പോകും. കാരണം കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ ഇതിൻ്റെ തുണി. അപ്പോൾ അതൊന്ന് ഒതുങ്ങിയിട്ട് നമ്മളുടെ കബോർഡിൽ നല്ല ഒതുക്കിയിട്ട് വെക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയിൽ അത് നീർത്തി ഇട്ടിട്ട് രണ്ട് ഭാഗത്തുനിന്നും നമുക്ക് കുറേശ്ശെ ഇങ്ങനെ മടക്കി കൊടുക്കുക. രണ്ട് ഭാഗത്തുനിന്നും കുറേശ്ശെ എടുത്തിട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മളുടെ മിഡിയുടെ ടോപ്പോ ഷോളോ ഈ ഒരു സെറ്റിൽ എന്തൊക്കെ ഉണ്ടോ ആ ഒരു സെറ്റ് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ മടക്കി വെച്ച് കൊടുക്കുക. അപ്പം ഞാനിത് ഈ മിഡിയുടെ ടോപ്പും കൂടെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നമുക്ക് കബോർഡിൽ അലമാരിയിലൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലം വേണം, കുറച്ച് പൊന്ത പോലെ ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോംവഴിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ അത് കണ്ടോ, ഇതിൻ്റെ ഈ അരഭാഗത്തു നിന്നുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ടോപ്പും ഷോളും കൂടി മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഈ ഫ്രോക്കിന് മിഡിയുടെ അടിഭാഗം നമ്മൾക്ക് ഈ അരയുടെ ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. കണ്ട ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഒന്ന് പരത്തി റെഡിയാക്കി വൃത്തിയാക്കി കൊടുക്കുക. കണ്ടോ, ഇത് ഇനി നമുക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും ഇത് ഇവിടുന്ന് നിവർന്ന് പോകുന്നില്ല കേട്ടോ. കണ്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് അവിടെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ നമുക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴും ഒക്കെ അതെടുത്ത് മാറ്റി വെക്കാനും എളുപ്പമാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഒരു ഡ്രസ്സും കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക, രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. ഇതുപോലുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ളതും ഒക്കെയാണ് നമുക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറ്. അപ്പോൾ ഇതിന് തന്നെ ഒരുപാട് സ്ഥലം വേണം. അപ്പോൾ അതിന് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ടോപ്പും ഷോളും എല്ലാം കൂടെ മടക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അരഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് മടക്കിയിട്ട് താഴോട്ട് മടക്കുക. എന്നിട്ട് ഈ ഒരു അടിഭാഗം വരുമ്പോൾ ഈ ഒരു അടിഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്ക് ഈ അരഭാഗത്തിൻ്റെ ഉൾവശത്തേക്ക് വെച്ച് കൊടുക്കുക. അത് വെക്കുന്ന സമയത്ത് തന്നെ കൈകൊണ്ട് ഒന്ന് പരത്തി ഒന്ന് വൃത്തിയിലാക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പൊന്തി നിൽക്കില്ല. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ കണ്ടോ, ഇതിന് നമ്മൾ എത്ര എന്ത് കാട്ടിയാലും ഇത് നിവർന്ന് പോവില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫ്രോക്കും ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മളുടെ വലിയവരുടെ ഡ്രസ്സും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടിയുടെയാണ് കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ വലിയവരെ ഡ്രസ്സാണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിഡിയാണോ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ അതാണ് ഞാൻ ഫ്രോക്കും കൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രോക്കും ഇതുപോലെ തന്നെ 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ബാക്ക് വശം വേണം മേൽഭാഗത്തേക്ക് ആക്കി വെക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടാകും. ഇപ്പോൾ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കാണുന്ന ഭാഗത്തേക്ക് ഇരിക്കുമ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടാവും, കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ആ ഒരു ഭാഗം ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിവശം എടുത്തിട്ട് ഈ കഴുത്തുണ്ടല്ലോ, ഈ കഴുത്തിൻ്റെ ഉൾഭാഗത്ത് കൂടെ വെച്ച് കൊടുക്കുക. ഈ ഒരു തല എടുത്തിട്ട് നമുക്കിത് ഈ കഴുത്തിൻ്റെ ഉൾഭാഗത്ത് കൂടെ വെച്ചിട്ട് അത് കൈ വെച്ചിട്ട് ഒന്ന് പരത്തി ഒന്ന് വൃത്തി നീറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നീറ്റാക്കി കൊടുത്തിട്ട് ഇതും റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് കബോർഡിൽ ഒരുപാട് സ്ഥലം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വേറെ ഡ്രസ്സുകൾ എടുക്കുമ്പോൾ ഈ മടക്കി വെച്ചതൊന്നും അലങ്കോലമായിട്ട് ചാടുകയില്ല. അപ്പോൾ കണ്ടോ. അപ്പോൾ ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ എല്ലാവരും. മക്കളുടെ ഡ്രസ്സും നമ്മളുടെ ഡ്രസ്സാണെങ്കിലും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ഒരു ഉപകാരങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ജാറിൻ്റെ മൂടി ലൂസ് ഉണ്ടാവും. ചിലവരുടെ മിക്സിയുടെ ജാറിന് ഇപ്പോൾ വാഷറൊക്കെ ലൂസ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് ലൂസാണെങ്കിൽ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. നമ്മളെ വാഷറിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വാഷർ നമ്മുടെ ആ മൂടിയുടെ മേലെ ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ മിക്സിയുടെ ജാറിന് നമ്മൾ വെച്ച് അടയ്ക്കുമ്പോഴും നല്ല ടൈറ്റിൽ നിൽക്കും. ഇതുപോലത്തെ മൂടിയാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നമുക്ക് ആ വാഷറിൻ്റെ മേൽഭാഗത്തേക്കാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾക്ക് ഇതുപോലെ നമ്മൾ മസാലപ്പൊടികൾ ഇടുന്ന ഡപ്പുണ്ടല്ലോ, അപ്പോൾ ഇത് ലൂസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മൂടി ലൂസാണെന്ന് വെച്ചിട്ട് നമുക്കത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ മൂടിയുടെ ഈ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഒരു റബ്ബർ ബാൻഡ് ഇട്ട ശേഷം നമുക്ക് ഈ മൂടി ഒന്ന് അടച്ച് നോക്കാം കണ്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ അടപ്പ് ലൂസുള്ള വല്ല ബോട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് തരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.